ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫർ കളക്ഷൻസ്. ഇന്ന് കുറച്ച് ഫാൻസി കളക്ഷൻസ് ആണ്. നമ്മുടെ തന്നെ മുന്നേ ഉള്ള സ്റ്റോക്കിന്റെ ഒരു ക്ലിയറൻസ് ആണ് ഫാൻസിയുടെ. ഇപ്പോൾ കളക്ഷൻസിലേക്ക് പോവാം. മിക്സഡ് കളക്ഷൻ ആണ് കേട്ടോ. ഇയറിങ്സ്, ബാംഗിള് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ്. എല്ലാം മിക്ക ഉള്ളതും സിംഗിൾ പീസസ് ആണ്. അപ്പം നമ്മൾ കളക്ഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ടൈപ്പിലുള്ള ഹൂപ്സ് ടൈപ്പ് ഇയറിങ്സ് ആണ്. ഇത്രയും ബിഗ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഫുള്ള് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് ഇളകി കളർ പോയി അങ്ങനെ ഒന്നും വരുന്നതല്ല. ഇത് ഏതാണ്ട് ഇപ്പോ മുന്നേ എൻ്റെ യൂസ് ചെയ്തവർക്ക് അറിയാം. ഞാനൊരു 6 months ബിഫോർ ഒക്കെ കൊണ്ടുവന്ന് അപ്പോഴൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നവും വരാത്തതാണ്. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. കളർ ഇളകി വരുന്ന ടൈപ്പ് അല്ല. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. അതായത് കൊറിയൻ ടൈപ്പ് ആ ഒരു മോഡലിൽ വരുന്ന ഇയറിങ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ലീഫിന്റെ ഷെയ്ഡിലുള്ള ഗോൾഡ്. നമുക്കിപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും എത്തിക് വെയറിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് പെയർ ചെയ്യാത്തക്ക മോഡലാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഏതാണ്ട് ഒരു 235 കൊടുത്ത കളക്ഷൻസ് ആണ്. ഇപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിന് സിംഗിൾ പീസസ് ഉള്ളത് ഓണം ആയതുകൊണ്ടുള്ള ഒരു സെയിലാണ് മുന്നേ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്രാവശ്യം വരുന്നത് 165 ആണ്. എല്ലാം 165 ആണ് വരുന്നത്. മിക്കാറുള്ളതിന്റെ സിംഗിൾ പീസസ് ആട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലീഫ് മോഡലില്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 165. സെക്കൻഡ് മോഡൽ വരുന്നത് ഇതുപോലെ ഈ ഒരു മോഡലില് ഹൂപ്സ് തന്നെയാണ്. ഇത് രണ്ടും ഏതാണ്ട് ഹാങ്ങിങ്ങോട് കൂടിയുള്ളതാട്ടോ. സെക്കൻഡ് വൺ. തേർഡ് വൺ വരുന്നത് ഇതുപോലെ. എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്, 165 ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ്. ഇതെല്ലാം ബാക്കിൽ ഇതുപോലെ പ്രസ് ബട്ടൺ വരുന്ന ടൈപ്പ് ആട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ. അപ്പോൾ ഇത്രയാണ് ഈ വലിയ കളക്ഷൻസിലുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 165 ആണ്. പിന്നെ വരുന്നത് കുറച്ച് വലിയ ടൈപ്പ് ഉണ്ട് നമ്മുടെ ഈ കയ്യിലൊക്കെ. ഇതും എല്ലാം സിംഗിൾ പീസസ് ആണ്. ഇതുപോലെ നമുക്ക് ഇത് പ്രസ് ചെയ്ത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് യൂസ് ചെയ്യാം. കയ്യിലിടുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതൊക്കെ ഏതാണ്ട് 250 275 ആ ഒരു റേറ്റിന് കൊടുത്തതാണ്. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇളകി കളർ പോകുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇതിന്റെ വെയിറ്റ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 199 ആട്ടോ. ഇതിന്റെ ഒരു 3 ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലത്തെ ഈ ഒരു മോഡലില്. ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 199 ആണ്. സെക്കൻഡ് വൺ വരുന്നത് ഇത് നല്ല വണ്ണമുള്ള കൈയൊക്കെ ആണെങ്കിൽ നല്ല നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ ഒരു വള മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മുടെ കൈ ഫുള്ളായിട്ട് കിടക്കും. ഇപ്പോൾ ഫങ്ഷൻസിനെ ഒക്കെ യൂസ് ചെയ്യത്തക്ക ഒരു മോഡലാണ്. ഇത് നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ കൈ നല്ല ടൈറ്റായാണ് ഇരിക്കുന്നത്. മിഡിൽ പാർട്ടിൽ ഇത് ഒരുപാട് കുഞ്ഞു വളകൾ അടുക്കിയിരിക്കുന്ന ആ ഒരു ടൈപ്പാണ് തോന്നുന്നത്. ഇതും ഗോൾഡൻ ആണ്, ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കൊറിയൻ ടൈപ്പ് മോഡൽ ഉണ്ടല്ലോ, അതിന്റെ ഇമ്പോർട്ടഡ് ആട്ടോ ഇത്. ഇതിന്റെ റേറ്റ് വരുന്നത് 199 ആണ്. നെക്സ്റ്റ് മോഡൽ വരുന്നത് ഈ ഒരു ടൈപ്പ്. ഈ ഒരു ടൈപ്പിൽ കിടക്കും ഫിക്സ് ചെയ്യുമ്പോൾ. നമുക്ക് ഇപ്പോൾ ഓണത്തിന് ഉള്ള എത്നിക് വെയർസിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യത്തക്ക മോഡൽ തന്നെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നതും 199 ആണ്. പിന്നെ വരുന്നത് ഇത് 2 ഷെയ്ഡ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് കേട്ടോ. ഇതിന്റെ റേറ്റ് എല്ലാം വരുന്നത് 120 ആണ്. പെയറിനാട്ടോ 120 വരുന്നത്. ഒരു പെയർ, അതായത് ഈ ഒരു മോഡൽ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഫോട്ടോസും ആഡാക്കിയിരിക്കാം. ഈ ഒരു പെയറിനാണ് 120 വരുന്നത്. അപ്പൊ സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ്. അതായത് ഈ ഒരു ടൈപ്പിലാണ് സെക്കൻഡ് വൺ വരുന്നത്. തേർഡ് വൺ വരുന്നത് ഇതിന്റെ ഈ ഒരു ബീഡ്സിന് മാത്രമാണ്, ഹാങ്ങിങ്ങിന് മാത്രമാണ് ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് തേർഡ് വൺ.
അപ്പോൾ ഇത് പെർ പീസ് അല്ല, രണ്ടെണ്ണത്തിനാണ് 120 വരുന്നത് കേട്ടോ. വരുന്നത് ഇത് ഈ ഒരു മോഡലാണ്. അതിന്റെ ബീറ്റ് വർക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇത് 4 വരുന്നതിന്റെ റേറ്റ് വരുന്നത് 120 ആണ്. അത് ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാംഗിൾസ് ആണ്. ഈ ടൈപ്പ് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ക്ലിപ്പ് ചെയ്തിടത്തൊക്കെ. ഇതിൽ ഇനി ഒരു 5-6 കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ബാലൻസ്, ബാക്കിയൊക്കെ സോൾഡായി. ഇത് നമ്മൾ ഏതാണ്ട് 450 അങ്ങനെ എന്തോ അത്രയും എമൗണ്ടിന് കൊടുത്തതാണ്. ഇതും ചെറിയൊരു സെയിലിനാണ് ഇടുന്നത്. സിംഗിൾ പീസസ് ആണ്. ഇതെല്ലാം 350-ക്കാണ്. ഇത് എടുത്താറ് യൂസ് ചെയ്തവർക്ക് അറിയാം, ഇത് അങ്ങനെ പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പല്ല. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പോർട്ടഡ് ആണ് ഇതെല്ലാം. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നതാട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 350 ആണ്. അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മോഡലിലാണ്. സെക്കൻഡ് വൺ വരുന്നത് ഇങ്ങനെ. ഇത് സ്റ്റോൺസ് ആണ്. ഇതെല്ലാം സ്റ്റോൺസ് ആണ്. ഇതൊന്നും ഇളകി പോകുന്ന ടൈപ്പ് അല്ല. അപ്പൊ സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു മോഡല്. ഓരോ മോഡൽസ് സിംഗിൾ പീസസ് ആണ്. നെക്സ്റ്റ് വൺ ഇങ്ങനെ. ഇത് വരുന്നത് ഒരു സ്റ്റാറിൻ്റെയാണ്. ഇങ്ങനെ ഇതുപോലെ എടുത്തൊക്കെ ഒരു സ്റ്റാറിൻ്റെ മോഡല്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഒരു സ്റ്റാറിൻ്റെ. ഇതൊക്കെ സിംഗിൾ പീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 350, ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ വരുന്നത് ഇതുപോലെ ഒരു വാച്ചിൻ്റെ നടുക്ക് ഒരു ട്രീയുടെ ഇതുപോലെ അടക്കും. ഓക്കെ, ഇങ്ങനെ ഒരു 4 ഇനി ബാംഗിൾസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 350 ആണ്. ഇതുപോലെ 5 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 350. നെക്സ്റ്റ് വരുന്നത് ഇനി ഇതുപോലത്തെ മോഡലാണ്. നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം, ആംഗ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതൊക്കെ ഏതാണ്ട് 399 ആയിരുന്നു ഈച്ച് വൺ. ഓരോന്നിനും നമ്മൾ 399 ആണ് കൊടുത്തിരുന്നത്. ഇതും ചെറിയൊരു ഓഫർ സെയിൽ ഇടുന്നുണ്ട്. നമുക്ക് ഇതല്ലാണ്ട് എക്സ്ട്രാ നമ്മൾ ചെയിൻ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നെക്ലസ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഈ ചെയിൻ നമുക്കിത് കണക്ടർ ഉണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇത്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് ഇതുപോലെ ഒരു ലെയർ ടൈപ്പാണ്. ഇതുപോലെ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് സിംഗിൾ പീസ് പെർ പീസ് 235 ആണ് വരുന്നത്. ഡബിൾ അതായത് ആംഗ്ലെറ്റ് ആയിട്ട് 2 പീസ് എടുക്കുവാണെങ്കിൽ രണ്ടെണ്ണത്തിനാണെങ്കിൽ 400 ആണ് വരുന്നത്. പെർ പീസ് ആണെങ്കിൽ 235. അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് ഇതുപോലെ ഡബിൾ ലെയർ. ഈ ഡബിൾ ലെയർ കേട്ടോ. ഈ ഡബിൾ ലെയർ വരുന്നത് 199 ആണ്. ഒരു പീസിന് 199 ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇത് വേണമെങ്കിൽ നല്ല ഹാൻഡ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരെണ്ണം ഇതുപോലെ നമുക്ക് ഡബിൾ ലെയർ ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നമുക്കിവിടെ ചെയിൻ നമ്മുടെ കൈയുടെ ഇതിനനുസരിച്ച് നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റുകയും ചെയ്യും. ഇത്രയും ചെയിൻ ബാലൻസ് കിടപ്പുണ്ട്. ആംഗ്ലെറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടോ, നല്ല ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. 2 ലെയർ ആയിട്ട് കിടക്കും. ഈ ഭാഗം മുകളിലും ഇതല്ലാണ്ട് താഴെയായിട്ട് ആംഗ്ലെറ്റ് ആയിട്ട്. ഇതിൽ ഇനി ഈ 2 പീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതിൽ സോൾഡ് ആണ്. ഇതിന്റെയൊക്കെ ഓരോ 2 കവർ വീതം കൊണ്ടുവന്നതാണ്. ഇനി ഈ ഒരു 2 പീസ് മാത്രമേ ഇത് ബാക്കിയുള്ളൂ. അപ്പൊ ഇതിന്റെ പെർ പീസ് ഇത് 199 ആണ് ഇതിന്റെ റേറ്റ്. രണ്ടാണേൽ 350 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. മോഡലാണ് ഇത്. ബ്രേസ്ലെറ്റ് ആയിട്ട് ഇപ്പൊ ഗോൾഡിനൊക്കെ ഇത്രയും റേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ ചെയിൻ ഉണ്ട് കണ്ടോ. കയ്യിൽ ഫിറ്റ് ആയിട്ട് കിടക്കും. ഗോൾഡ് അല്ലാന്ന് ആരും പറയത്തില്ല കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ കളർ ഇളകി വരുന്ന ടൈപ്പ് അല്ല ഇത് അത്രയും നല്ല വെയിറ്റ് ഉള്ള ടൈപ്പാണ്. നമുക്കിത് ആംഗ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആംഗ്ലെറ്റ് ആയിട്ടാണ്. കാലിലിടുമ്പോൾ
നല്ല വീതിക്ക് തന്നെ ഈ ആംഗ്ലറ്റ് ആയിട്ട് ഇത് കിടക്കുന്നുണ്ട്. ബ്രേസ്ലെറ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യത്തക്ക ഒരു മോഡലാണ്. ഇതുപോലെ എല്ലാം എന്താ ഇവിടെയൊക്കെ ഇത് കാണാം. ഇത് നല്ല ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും 235 ആണ്. ഇത് കുഞ്ഞുങ്ങൾക്കാണേലും കുലുസായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുഞ്ഞുങ്ങളിപ്പോ പുറത്തിറങ്ങി നടക്കുന്ന കളിക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കുലുസായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് വരുന്നത് 235 ആണ്. പെർ പീസ് 235. 2 പീസ് എടുക്കുകയാണെങ്കിൽ 400 ആണ് ഇതിന്റെ റേറ്റും വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലത്തെയാണ്. ഈ ഒരു ഗോൾഡ് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടും ഇതുപോലെ യൂസ് ചെയ്യാം. ഇതേ കണ്ടോ, ബ്രേസ്ലെറ്റ് ആയിട്ട് എന്ത് ഭംഗിക്കാ കിടക്കുന്നതെന്ന്. ബ്രേസ്ലെറ്റ് ആയിട്ട് ആംഗ്ലറ്റ് ആയിട്ടും യൂസ് ചെയ്യത്തൊക്കെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നതും 235 ആണ്. പെർ പീസ് 235. 2 എടുക്കുകയാണെങ്കിൽ ഇതും 400 ആണ് ഇതിന്റെയും റേറ്റ് വരുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ കളക്ഷൻസ്. ഈ ഒരു 2 days ഈ ഫാൻസിയുടെ ഒരു സെയിൽ വീഡിയോ ആണ്. ഇപ്പോൾ കളക്ഷൻസ് ഇഷ്ടമായവർ ദയവേത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിനൊക്കെയാണ് ഇന്നത്തെ ഫാൻസി കളക്ഷൻസ്. ഇനി തുടർന്നും 2 ദിവസം ഫാൻസി വീഡിയോസ് ആണ്. അതിന്റെ ഒരു സെയിൽ വീഡിയോ തന്നെയാണ്. ഓണം വരുന്ന പ്രമാണിച്ച് ഇരിക്കുന്ന ഫാൻസി ഒക്കെ ഒരു സെയിലിട്ട് ഫിനിഷ് ആക്കുവാണ്. സ്റ്റോക്ക് ക്ലിയറൻസ് ആണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക. ഇതിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്ക്രീനിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.